Assalamu Alaikum. Hello dear students. In the previous class, in the last section, we were discussed about how to find the volume of a gas. Okay. So the second chapter, what is the second chapter name? Gas laws and mole concept. And in this chapter, we will discuss about the peculiarity or specialities of the gases. Okay. In the last section, we were discussed about the volume of gas. So in this class, we are going to discuss about the different things, volume, then temperature, and pressure of a gas. Okay, so what is the condition of the pressure in a gas? ഒരു ഗ്യാസിൽ എങ്ങനെയാണ് പ്രഷർ, അതിൻ്റെ പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. Okay, so the molecules of gas kept inside a closed container as shown in the figure. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു ഫിഗർ ഉണ്ട്. So എങ്ങനെയായിരിക്കും ഗ്യാസ് മോളിക്യൂൾസ്? what is the situation of the gas molecules in a gaseous state? ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ആ ഒരു എങ്ങനെയായിരിക്കും? what is the freedom of movement there? The freedom of movement is very high. The freedom of movement is very high in the gaseous state. gaseous stateൽ freedom of movement എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? it is very high, അല്ലേ? compared to other states, the freedom of movement is very high in the gaseous state. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫ്രീഡം അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഇത് റാൻഡം ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? ദ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് റാൻഡം. പിന്നെ റാൻഡം മോഷനിലാണ് എന്തുള്ളത്? ഗ്യാസ് മോളിക്യൂൾസ് ഉള്ളത്. സോ ഡ്യൂ ടു ദിസ് റാൻഡം മോഷൻ ഓർ ദ റാപ്പിഡ് മോഷൻ എന്ത് ചെയ്യുന്നു? ഈ മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. ദ മോളിക്യൂൾസ് കൊളൈഡ് ഈച്ച് അതർ ഡ്യൂ ടു ദിസ് റാപ്പിഡ് മോഷൻ. ഓക്കെ, അപ്പം ഈ റാപ്പിഡ് മോഷൻ കാരണം എന്ത് ചെയ്യുന്നു? മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു കൊളിഷൻ ഉണ്ടാവുന്നു, അല്ലേ? So, a force is experienced on the surface as a result of the collision of the gas molecules on the surface. അതായത് എന്ത് ചെയ്യുന്നു? ഈ ഗ്യാസ് മോളിക്യൂൾസ് we know that there is a peculiarity for this gas molecule. What is the peculiarity? The peculiarity is that the freedom of movement is very high and there results the collision. അല്ലേ? അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? കൊളിഷൻ ഉണ്ടാവുന്നു. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ടാവുന്നു? കൊളിഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലേ? എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സർഫസ് ആസ് എ റിസൾട്ട് ഓഫ് ദ കൊളിഷൻ. അപ്പം അവിടെ ഒരു ഫോഴ്സ്, ഈ കൊളിഷൻ കാരണം എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലേ? കൊളിഷൻ ഉണ്ടാകുമ്പോൾ എന്താണ്? അവിടെ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്യുക മീൻസ് എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്നു, അല്ലേ? ദെൻ ദെയർ ക്രിയേറ്റ്സ് എ ഫോഴ്സ്. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ഈ കൊളിഷൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. Okay, if we know the force exerted on the surface and surface area, we can calculate the force experienced per unit area. അപ്പം നമുക്ക് എങ്ങനെ യൂണിറ്റ് ഏരിയയിലുള്ള ഫോഴ്സ്, ഒരു യൂണിറ്റ് ഏരിയ, ഒരു ചെറിയൊരു ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയയിലുള്ള ഫോഴ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ? ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിലുള്ള, അല്ലേ, കുറച്ച് ഭാഗത്തുള്ള അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ? ടോട്ടൽ ഫോഴ്സ് എടുക്കാം. ടോട്ടൽ ഫോഴ്സ് exerted on the surface. Total force exerted on the surface by എന്തായിരിക്കും? ആ സർഫസിൽ എത്ര ടോട്ടൽ ഫോഴ്സ് എക്സൈറ്റ്, നമ്മളൊരു ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയയിലുള്ള ഫോഴ്സ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ? ദ ടോട്ടൽ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദ സർഫസിൽ മൊത്തമുള്ള ഫോഴ്സ് എത്രയാണോ ഡിവൈഡഡ് ബൈ എന്താണ്? സർഫസ് ഏരിയയിലുള്ള ആ ഒരു ഫോഴ്സ്. അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ദെൻ വി ഗെറ്റ് ദ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ. So how we get the force on unit area? Force on unit area is equal to total force exerted on the surface. സർഫസിൽ മൊത്തമുള്ള എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. ദെൻ ഹെൻസ് ഇൻ ദിസ് വേ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയയിലുള്ള ഫോഴ്സ് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അപ്പോൾ എന്തായിരിക്കും പ്രഷർ എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇവിടെ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഗ്യാസിൽ? ഹൗ ദ പ്രഷർ ക്രിയേറ്റ് ഇൻ എ ഗ്യാസ്? സോ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, earlier we discussed that there is a collision between the gas molecules തമ്മിൽ എന്താ ഉണ്ട്? അവിടെ ഒരു കൊളിഷൻ ഉണ്ട്, അല്ലേ? there is a collision between the gas molecules. Due to this collision there creates a force and that force is called what? That force is called pressure. Okay, so what is pressure? Force exerted per unit area is called pressure. യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. കൊളൈഡ് ചെയ്യുന്നു, പാർട്ടിക്കിൾസ് തമ്മിൽ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലേ? അപ്പോൾ ആ ഒരു യൂണിറ്റ് ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
എന്തെന്ന് പറയുന്നത് പ്രഷർ. അപ്പോൾ വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വോളിയം പഠിച്ചു. എന്താണ് വോളിയം എന്ന് പറയുന്നത്? വോളിയം ഓഫ് എ ഗ്യാസ് മോളിക്യൂൾസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വോളിയം ഓഫ് എ എന്താണ് ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. ഏത് കണ്ടെയ്നറിലാണോ ഓക്യുപ്പൈ ചെയ്യുന്നത് ആ കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും ആ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്തൊരു പെക്യുലാരിറ്റി പഠിച്ചു. വാട്ട് ഈസ് പ്രഷർ ഓഫ് എ ഗ്യാസ്? ഗ്യാസിൻ്റെ പ്രഷർ എന്താണ്? എന്താണ് പ്രഷർ എന്ന് പറയുന്നത്? ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സിനെ പറയുന്ന പേരാണെന്ത്? പ്രഷർ. ഹൗ ദ പ്രഷർ ക്രിയേറ്റ്സ് ഡ്യൂ ടു ദ കൊളിഷൻ, അല്ലേ? കൊളിഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ എനിത്തിങ് എനി സബ്സ്റ്റൻസസ്. ആ സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു പിന്നെ കണ്ടെയ്നറിൻ്റെ അകത്തുള്ള മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദ ഫോഴ്സ് ദാറ്റ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ എന്താണ് കണ്ടെയ്നർ ഓർ ദ എന്തിലാണോ എന്നുള്ളത് അതാണ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ഹാവ് ക്ലിയർ? അപ്പം വാട്ട് ഈസ് പ്രഷർ? എന്താണ് ഫോഴ്സ് എക്സേർട്ടഡ് per unit area is called its pressure. Okay, then temperature. Then the another factor is the temperature. How the temperature in a gas molecule അല്ലെങ്കിൽ gas molecule temperature എങ്ങനെയാണെന്ന്. Okay, so molecule in gases are moving rapidly. We know that the molecules in the gases are moving rapidly. Rapid ആയിട്ട് വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? മോളിക്യൂൾസ് റാൻഡം ആയിട്ട് അല്ലേ റാപ്പിഡ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് വാട്ട് അബൌട്ട് ദ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എങ്ങനെയായിരിക്കും റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്ന പറയുമ്പോൾ? കൈനറ്റിക് എനർജി ഈസ് ഹൈ, അല്ലേ? കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. സോ വിച്ച് ഈസ് ദ എനർജി ഗെയിൻഡ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദ മോളിക്യൂൾ? മോളിക്യൂളിൻ്റെ എന്താണ് മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം വിച്ച് എനർജി ദേ ഗെറ്റ്? ഏത് എനർജിയാണ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഏത് എനർജിയാണ് മോളിക്യൂൾസിന് കിട്ടുന്നത്? കൈനറ്റിക് എനർജിയാണോ പൊട്ടൻഷ്യൽ എനർജിയാണോ? വിച്ച് എനർജി it get? Kinetic energy or the potential energy? It gets the molecule gets the kinetic energy, അല്ലേ? മൂവ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നത് ഏത് എനർജിയാണ്? ത്രൂ മൂവിങ് ഇറ്റ് ഗെറ്റ് ദ കൈനറ്റിക് എനർജി. മൂവ്മെൻറ്റിലൂടെ ഏത് എനർജി കിട്ടുന്നു? കൈനറ്റിക് എനർജി കിട്ടുന്നു, അല്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. when the molecule move it get the kinetic energy. മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ which energy they get the kinetic energy. Okay, and when gas is heated, ഗ്യാസ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ? എങ്ങനെയായിരിക്കും മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും അവിടുത്തെ മോളിക്യൂൾസ് മൂവ് ചെയ്യുക? ഓക്കെ, സോ വെൻ ഗ്യാസ് ഇസ് ഹീറ്റഡ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. ഹീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ റിസൾട്ട് ദെയർ? ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ്, അല്ലേ? ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. വി നോ ദാറ്റ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദ മോളിക്യൂൾ ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഇസ് ഇൻക്രീസ്ഡ്? ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും, അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? മൂവ്മെൻറ്റും കൂടുന്നു. ദ മൂവ്മെൻറ്റ് ഈസ് ഓൾസോ ഇൻക്രീസസ് വൈൽ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഓക്കെ, സോ ദ ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസ്. വാട്ട് ഈസ് എ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടുന്നു? കൈനറ്റിക് എനർജി കൂടുന്നു. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. അപ്പം നമുക്ക് ടെമ്പറേച്ചറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് നമ്മളതെന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഇസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ 3 പാരാമീറ്റേഴ്സാണ് പഠിച്ചത്. വാട്ട് ആർ ദേ? ഫസ്റ്റ് ഓഫ് ഓൾ വി ലേൺഡ് അബൌട്ട് വോളിയം. വോളിയം വി ക്യാൻ റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ വി. We know that വോളിയത്തിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വി. ദെൻ വി ലേൺഡ് അബൌട്ട് ദ പ്രഷർ, അല്ലേ? പ്രഷർ വിച്ച് ലെറ്റർ വി റെപ്രസെൻറ്റ് ടു ദ പ്രഷർ, അല്ലെങ്കിൽ പ്രഷറിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഏത് ലെറ്ററാണ് ഉപയോഗിക്കുന്നത്? വി ഡിനോട്ട് ദ ലെറ്റർ പി. ഓക്കെ, വി ഡിനോട്ട് ദ ലെറ്റർ വാട്ട്? വി ഡിനോട്ട് ദ ലെറ്റർ പി. ആൻഡ് ദെൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് ഏതാണ്? ടി. വി നോ ദാറ്റ് വി പി ടി. സോ we learned about the volume of a gas, the pressure of a gas and the temperature of a gas molecule. Okay, so there are certain laws related with the gas molecules. കുറച്ച് laws ഉണ്ട് ഗ്യാസ് മോളിക്യൂൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ട്? കുറച്ച് laws ഉണ്ട്. Okay, so there is a relation between volume and pressure. വോളിയവും പ്രഷറും തമ്മിൽ എന്തോ ഉണ്ട്? ഒരു റിലേഷൻ ഉണ്ട്.
ഓക്കെ, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാം, ഇപ്പോൾ ഇത് 2 സിലിണ്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും ഗ്യാസ് മോളിക്യൂൾസ് സിലിണ്ടേഴ്സിൽ ഓക്യുപ്പൈ ചെയ്യുന്നത്? ദേ മൂവ് ഫ്രീലി. ഓക്കെ, ദേ മൂവ് ഫ്രീലി ഇൻസൈഡ് എ കണ്ടെയ്നർ എനിത്തിങ് ഏത് സബ്സ്റ്റൻസിലായാലും ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? ദേ മൂവ് വെരി ഫ്രീ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. വി നോ ദാറ്റ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നമ്മളൊരു പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ഒരു പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദിസ് കണ്ടെയ്നർ ഓർ വാട്ട് ഹാപ്പൻസ് ടു ദ മൂവ്മെൻറ്റ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്? എങ്ങനെയായിരിക്കും ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്യിപ്പിക്കുന്നു. എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? വാട്ട് അബൌട്ട് ദ റിസൾട്ട് ദെയർ? ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ വോളിയം കൂടുതലാണല്ലേ? ഇവിടെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം നമ്മളിവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പം എന്ത് ചെയ്യും? നമ്മൾ വി അപ്ലൈ പ്രഷർ ഹിയർ. നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും? വോളിയം അതിന് തോനെ സ്പേസ് ഉണ്ടല്ലേ മോളിക്യൂൾസിന് റാൻഡമായിട്ട് മൂവ് ചെയ്യാൻ. ദർ ഈസ് മോർ സ്പേസ് ഇൻ ദാറ്റ്. വെൻ വി അപ്ലൈ പ്രഷർ യൂസിങ് എ പിസ്റ്റൺ, ഒരു പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ പ്രഷർ കൊടുക്കുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ് ദെയർ? എന്തായിരിക്കും അവിടെ റിസൾട്ട് എന്ന് പറയുന്നത്? അവിടെ വോളിയം, അല്ലെങ്കിൽ നമുക്കറിയാം വാട്ട് ഈസ് വോളിയം. വോളിയം എന്ന് പറയുന്നത് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ ബോഡി ഈസ് നോൺ ആസ് ഇറ്റ്സ് വോളിയം. വോളിയം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സ്പേസിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. ഇവിടെ നോക്കേ, നമ്മൾ ആ ഫസ്റ്റ് പിക്ചറിൽ അവിടെ ഒരുപാട് സ്പേസ് ഉണ്ടല്ലേ? സെക്കൻഡ് പിക്ചറിൽ നമ്മൾ പിസ്റ്റൺ ഉപയോഗിച്ച് പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ്? അവിടുത്തെ സ്പേസ് കുറയുന്നു. ദാറ്റ് മീൻസ് ദ വോളിയം ഡിക്രീസസ്. അവിടുത്തെ വോളിയം പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ വോളിയവും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതൊരു ലോ ആണ്. ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ ആൻഡ് ദിസ് ഇസ് എ ലോ ഓൾസോ. ഇതൊരു ലോ ആണ്. ഈ ലോയെ പറയുന്ന പേരാണ് എന്ത് ലോ എന്ന് പറയുന്നത്? എന്താണ് ഈ ലോയുടെ പേര്? ഈ ലോയുടെ പേരാണ് ബോയിൽസ് ലോ. എന്താണ്? ബോയിൽസ് ലോ. സോ എന്താണ് ബോയിൽസ് ലോ? ഓക്കെ, സോ എന്താണ്? ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ. വോളിയവും എന്താണ് പ്രഷറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ പറയുന്ന ലോയാണ് ബോയിൽസ് ലോ. അപ്പോൾ റിലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ. ഇപ്പോൾ എന്തായിരിക്കും വോളിയവും പ്രഷറും തമ്മിലുള്ള ആ ഒരു ഇതെന്ന് പറയുക? അതിനു മുമ്പ് ഈ ബോയിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ബോയിൽസ് ലോ എന്താണ് ഫോർമുലേറ്റ് ചെയ്തത്. ബോയിൽസ് ക്രിയേറ്റഡ് ദ ബോയിൽസ് ലോ. ഓക്കെ, സോ ഇറ്റ്സ് റോബർട്ട് ബോയിൽ, ദ ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ് ആൻഡ് കെമിസ്റ്റ്, who established the relationship between volume and pressure. So the Boyles create the Boyles law, and in the Boyles law എന്താണ് Boyles lawയിലെ കണ്ടന്റ് എന്ന് പറയുന്നത്? there is a relation between volume and pressure. വോളിയവും പ്രഷറും തമ്മിൽ എന്തോ ഉണ്ട്? അവിടെ ഒരു റിലേഷൻ ഉണ്ട്. മനസ്സിലായോ? വോളിയവും എന്താണ്? വോളിയവും എന്താണ്? പ്രഷറും തമ്മിൽ എന്താണ്? ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. So the law say that at constant temperature constant ആണല്ലേ? At constant temperature the volume of a definite mass of a gas. Okay, so according to Boyle's law, the volume of a definite mass of a gas is directly proportional to its pressure. Okay, sorry, inversely proportional to its pressure. Inversely proportional എന്ന് പറയുന്നത് എന്താണ്? Inversely proportional എന്ന് പറയുമ്പം ഒന്ന് കൂടുമ്പം ഒന്ന് കുറയുന്നു അല്ലേ? So here the volume is inversely proportional to pressure. Inversely proportional കാണിക്കാനാണ് നമ്മൾ 1/p ഇടുന്നത് കേട്ടോ. ഇപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയേനെ? V directly proportional to P എന്ന് എഴുതിയേനെ. ബട്ട് ഹിയർ ഈസ് നോട്ട് ദ കേസ് ദെയർ. അപ്പം ഇവിടെ അങ്ങനെയല്ല. വോളിയം കൂടുമ്പോൾ പ്രഷർ കൂടുകയല്ല ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, when the volume increases the pressure decreases. വോളിയം കൂടുമ്പോൾ എന്ത് കുറയുന്നു? പ്രഷർ കുറയുന്നു. സോ ദാറ്റ് ഈസ് ദ ബോയിൽസ് ലോ. വോളിയം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് വോളിയം എന്ന് പറയും. വോളിയവും പ്രഷറും തമ്മിൽ എങ്ങനെയാണ്? വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ? വോളിയം ആൻഡ് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ? അതായത് ഒരെണ്ണം കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. സോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ്
pressure. Pressure inversely proportional ആണ്. Okay, so if the P is the pressure and V is the volume, then PV is equal to a constant. അതായത് V directly proportional അല്ലേ, സോറി V inversely proportional അല്ലേ, then നമ്മൾ ആ ഒരു ഇപ്പോൾ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കോൺസ്റ്റന്റ് ഏതാണ് നമ്മൾ എടുത്തേക്കുന്നത്, കെ ആണ്. അപ്പോൾ കെ ഇൻറ്റു 1/p എന്ന് വരുന്നു അല്ലേ. ആൻഡ് അപ്പോൾ എന്താണ് നമുക്ക് എന്ത് എഴുതാം ഇതിൽ നിന്ന്, ഫ്രം ദിസ് വാട്ട് വി ക്യാൻ റൈറ്റ്, വി ഈസ് ഈക്വൽ ടു കെ ബൈ പി എന്ന് വരും അല്ലേ. ദെൻ പി വി ഈസ് ഈക്വൽ ടു കെ. ദാറ്റ് മീൻസ് പ്രഷറും വോളിയോ എന്ന് പറയുന്നത് എന്താണ്, പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതാണ് നമ്മുടെ ബോയിൽസ് ലോയിൽ പറയുന്നത്. ഇഫ് ദ പി ഈസ് ദ പ്രഷർ ആൻഡ് വി ഈസ് ദ വോളിയം, ദെൻ പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് മനസ്സിലായോ, നമ്മൾ ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് ആസ് പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. പി വി പ്രഷറും വോളിയോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് ദ ബോയിൽസ് ലോ, ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബോയിൽസ് ലോ പറയത്തില്ലേ. സോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഓൾവേസ് വി റിമെമ്പർ ദാറ്റ് the temperature is constant in the Boyle's law. എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the volume of a definite mass of a gas is inversely proportional to its pressure, and here the P is the pressure and V is the volume, and PV is equal to a constant. PV എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതാണ് ബോയിൽസ് ലോയിൽ പറയുന്നത്. മനസ്സിലായല്ലോ ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇത് ഓർത്താൽ മതി, പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. പ്രഷറും വോളിയവും കോൺസ്റ്റന്റ് ആണ് അല്ലേ. പ്രഷറും വോളിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇഫ് പി ഇസ് ദ പ്രഷർ ആൻഡ് വി ഇസ് ദ വോളിയം, ദെൻ പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ടെമ്പറേച്ചറും എന്താണ്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ബോയിൽസ് ലോ പറയുമ്പോൾ നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യം എന്താ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഓക്കെ, സോ അതാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻ പേജ് നമ്പർ 36 നിങ്ങൾക്ക് കാണാൻ പറ്റും, ദ സൈസ് ഓഫ് ദ എയർ ബബിൾസ് റൈസിങ് ഫ്രം ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം ഇൻക്രീസസ്. അതായത് നിങ്ങളൊരു അക്വേറിയം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ക്യാൻ യു നോട്ടീസ് എൻ അക്വേറിയത്തിൽ നമ്മളുടെ താഴത്തെ ബബിൾസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ബബിൾസ് ഉണ്ടാവുമല്ലോ, അതിനകത്ത് കുമിളകൾ ഉണ്ടാവും. അപ്പം താഴത്തെ ബബിൾസ് എന്ന് പറയുമ്പോൾ ഹൗ ദ ബബിൾസിൻ്റെ ലോവർ സൈഡിലെ ബബിൾസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ചെറുതായിരിക്കും അല്ലേ. സ്മോൾ ബബിൾസും മുകളിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നു, ബബിൾസിൻ്റെ സൈസ് കൂടി വരുന്നു. അപ്പം നമ്മുടെ ബോയിൽസ് ലോ പ്രകാരം എന്താണ്, അതിൻ്റെ ലോവർ സൈഡിലെന്ന് പറയുമ്പം പ്രഷർ ഹൈ ആയിരിക്കും. ഇൻ ലോവർ സൈഡ് ഇൻ ആൻ അക്വേറിയം ദ ലോവർ സൈഡിൽ എന്താണ് പ്രഷർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, പ്രഷർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. പ്രഷർ ഈസ് ഹൈ അല്ലേ, പ്രഷർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അപ്പം നമ്മുടെ ബോയിൽസ് ലോ അനുസരിച്ച് എങ്ങനെയാണ്, പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, വോളിയം ഇസ് ലോ. അപ്പം വോളിയം എന്ന് പറയുന്നത് കുറവല്ലേ, അതുകൊണ്ടാണ് ബബിൾസിൻ്റെ വോളിയം കുറവായതുകൊണ്ടാണ് ബബിൾസ് എന്തായിട്ടിരിക്കുന്നത്, സ്മോളർ ആയിട്ടിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്തോറും എന്ത് കുറയുന്നു, പ്രഷർ കുറയുകയും വോളിയം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ അക്വേറിയത്തിലെ മുകളിലുള്ള ബബിൾസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബബിൾസിൻ്റെ എന്താണ് സൈസ് കൂടുതലായിരിക്കും അല്ലേ. ഇനി അക്വേറിയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് അവിടെ ലോവർ സൈഡിലുള്ള ബബിൾസിൻ്റെ എന്താണ് പിന്നെ സൈസ് എന്ന് പറയുമ്പം ചെറുതാണ്. സോ ദ വോളിയം പ്രഷർ ഈസ് ഹൈ ഇൻ ദ ലോവർ സൈഡ് ആൻഡ് എന്താണ് പിന്നെ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, വോളിയം കുറയുന്നു. അതുകൊണ്ടാണ് ചെറിയ സൈസ് ബബിൾസിന് അങ്ങനെ മുകളിലോട്ട് കൂടുന്തോറും പ്രഷർ എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. പ്രഷർ ഈസ് ലോ ആൻഡ് വോളിയം ഈസ് ഹൈ. അതുകൊണ്ടാണ് അക്വേറിയത്തിന് മുകളിലുള്ള ബബിൾസ് എന്ത് ചെയ്യുന്നത്, അത് വലുതായിട്ട് ഇരിക്കുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദ ബോയിൽസ് ലോ. സോ ഇൻ ദിസ് ക്ലാസ് വി were discussed about temperature, then the pressure, then the important law in mole concept, that is the Boyle's law. Okay, so we have understand the Boyle's law and other concepts. Next class we will discuss about the other laws. There are two laws remaining, Charles law and Avogadro's law. So in the next class we will discuss about that. Okay, hope you have understand. Let's wind up the class. Thank you.